Hi everyone. So Adil here. നമ്മൾ HTML-ന്റെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോവാണ്. HTML CSS നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫ്ലക്സും ഫ്ലക്സ് ഡിറ്റക്ഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേ? ഫ്ലക്സ് ലേഔട്ട് കാര്യങ്ങളെല്ലാം കസ്റ്റമൈസേഷനും ഒരു ഡിവിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളും ലേഔട്ട് കസ്റ്റമൈസേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു വെബ് പേജ് നമ്മളിപ്പോൾ ഫസ്റ്റില് മിക്ക വെബ്സൈറ്റുകളിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു മെനു ബാർ, അതുപോലെ ടോപ്പിലൊരു പോർഷൻ ഉണ്ടാവും. ആ പോർഷനിലെ ലോഗോസും അല്ലെങ്കിൽ യൂസറിന്റെ പ്രൊഫൈല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് മുകളിലൊരു ബാർ ഉണ്ടാവും. സെക്കൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഒരു പ്ലേസ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിവ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ എന്തുണ്ടാവും? ഹോം, പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മെനു ബാർ ഉണ്ടാവും അല്ലേ? അപ്പോൾ മാത്രമല്ല അതിന്റെ ഈ ഒരു സൈഡിൽ എന്തുണ്ടാവും? ഇവിടെ ആയിരിക്കും മെയിൻ കോണ്ടന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോ വ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. അതിന് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഫൂട്ടർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരത്തില് ഈ ഫൂട്ടറിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ഡയറക്റ്റ്ലി നമ്മുടെ വെബ്സൈറ്റിലെ അല്ലെങ്കിൽ കമ്പനിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതർ ഡീറ്റെയിൽസ്, മിസ്സലേനിയസ് ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഐറ്റംസുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഫൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ലേഔട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കി നോക്കാം അല്ലേ? ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി കോഡിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, VS കോഡ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതുണ്ട്. ഫസ്റ്റിൽ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, index.html എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു style.css എന്ന് പറഞ്ഞിട്ട് CSS ഫയലും കൂടി ക്രിയേറ്റ് ചെയ്തു. CSS എന്ന് പറഞ്ഞിട്ട് അതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഫസ്റ്റ് എന്തായാലും ബേസിക് HTML ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതില് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. എങ്ങനെയാണ് ഓരോരോ സൈഡിലുള്ള, അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ എലമെന്റ്സിനും അല്ലെങ്കിൽ ഒരു പേജിനെ ഇപ്പോൾ പല രീതിയിലാണ്, പല സ്ട്രക്ചറിലാണ് നമ്മളിത് എന്ത് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നമുക്ക് എങ്ങനെ ഓരോ പേജിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ ലേഔട്ട് എങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് എടുക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു പേജിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വീഡിയോ മേ ബി അത്യാവശ്യം ചെയ്യാനുണ്ട്, മേ ബി അത്യാവശ്യം എന്തായിരിക്കും, ലെങ്തി ആയിട്ടായിരിക്കും വീഡിയോ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഞാനൊന്ന് സ്പീഡ് ആക്കിയിട്ട് പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് സ്ലോ ഡൗൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റിൽ ഒന്ന് സ്പീഡ് ആക്കി പോകുന്നതാണ്. ഓക്കെ, ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു സംഭവമാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് എലമെന്റ് നമുക്ക് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ബേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആക്കിയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പാർട്ട് ആക്കിയിട്ട് നമ്മൾ കാണാൻ പറ്റണം. അപ്പോൾ ഇതിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ കരുതും ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാവും, ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ സ്മോൾ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് ആദ്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സംഭവം അല്ലേ, നമ്മൾ എന്താണ്, ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ലോഗോ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിൽ യൂസർ. ഈ ഒരു പോർഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബോഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിവ് ഇടണം. എങ്ങനെ ഒരു ഡിവ് ഇട്ട്, അത് ഡിവിഷൻ വൈസിലാണല്ലോ നമ്മൾ ചെയ്യുക, ഡിവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ പോർഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ ഡിവ് വെച്ചിട്ട് ഒരു ഫിക്സഡ് ഹൈറ്റ് കൊടുത്തു, ഒരു ഫുൾ വിഡ്ത്ത് കൊടുത്തു, അതിൽ 2 എലമെന്റ്സ് പ്ലേസ് ചെയ്യും. ഇത്രയും ഇതിൽ ചെയ്യാനുള്ളൂ അല്ലെ? നമ്മൾ നോക്കി നോക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഡിവ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കണ്ടേ. ഇനി എവിടെ വരാം, നമുക്ക് CSS വരാം. ഓക്കെ, CSS
ഡിവിന് പകരം ഞാൻ എന്ത് ചെയ്തു? സെമാൻറ്റിക് എലമെന്റ്സിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെമാൻറ്റിക് എലമെന്റ്സ്? ആ എലമെന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടാഗ് നമ്മൾ കോഡിൽ ആ ടാഗ് നെയിം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു പോർഷന് വെബ്സൈറ്റിന്റെ ആ ഒരു ടാഗ് വെബ്സൈറ്റിന്റെ ഏതൊരു പോർഷനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബോഡി ആണെന്നുണ്ടെങ്കിലും ഹെഡർ, ഫൂട്ടർ, അസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എലമെന്റ്സുകൾ അന്ന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോർഷന് ഫസ്റ്റിൽ വരുന്ന പോർഷൻ നമുക്ക് ഹെഡർ എന്ന് പറയാം. എന്താണ്? ഈ ലോഗോയും അതുപോലെ തന്നെ ഈ യൂസർ എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർഷൻ അല്ല, വയലറ്റ് പോർഷൻ, ആ ഒരു പോർഷൻ നമുക്ക് എന്ത് പറയാം? ആ ഒരു സെക്ഷൻ നമുക്ക് എന്താ പറയാം? ഹെഡർ സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് സെമാൻറ്റിക് ടാഗ് ഉണ്ട്. ഹെഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമാൻറ്റിക് ടാഗ് ഉണ്ട്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹെഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഹെഡർ ഡിവിന് പകരം ഞാൻ എന്ത് മാറ്റി? ഒരു ഹെഡർ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് CSS വന്നിട്ട് എന്ത് ചെയ്തു? ഇതിനൊരു ഞാനൊരു സ്റ്റൈൽ എഴുതാൻ പോവാണ്. ഹെഡർ സെക്ഷൻ സ്റ്റൈൽ എഴുതും. എന്താണ്? ഒരു ഫിക്സഡ് വിഡ്ത്ത് വേണം അല്ലെ, അല്ലെങ്കിൽ സോറി, ഒരു ഫിക്സഡ് ഹൈറ്റ് വേണം അല്ലെ, അതുപോലെ വിഡ്ത്ത് വേണം. വിഡ്ത്ത് എത്ര വേണം? വിഡ്ത്ത് ഫുള്ള് വേണം. അതായത് വിഡ്ത്ത് അതായത് സ്ക്രീൻ സൈസ് എത്രയാണോ അത്രയും സൈസ് എത്ര എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 100% കൊടുത്തു. ഓക്കെ, പിന്നെ എന്ത് വേണം? ഹൈറ്റ് വേണം അല്ലെ. ഹൈറ്റ് എത്ര കൊടുത്തു? ഒരു 100 പിക്സൽ കൊടുത്തു നോക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റൺ ചെയ്യല്ലേ? ലാക്സ് ആവും. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് എലമെന്റ്സ് ഒന്നും ഷോ ചെയ്യുന്നില്ല. ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? സ്റ്റൈല് ലിങ്ക് ചെയ്തിട്ടില്ല നമ്മള്. സ്റ്റൈൽ ഡോട്ട് CSS. ഓക്കെ, സ്റ്റൈൽ ലിങ്ക് ചെയ്തു. ഇനി ഒന്ന് നോക്കി, ഇപ്പോഴും എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിവ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹെഡർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രൗൺ കൊടുത്തു. നോക്കി നോക്കാം അല്ലെ. കണ്ടോ? സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സംഭവം, ഇവിടെ ഒരു വൈറ്റ് ഈ എന്താ ഹെഡർ സെക്ഷന്റെ 4 സൈഡിലും അല്ലെങ്കിൽ ടോപ്പിലും അതിന്റെ ലെഫ്റ്റ് സൈഡിലും അതിന്റെ റൈറ്റ് സൈഡിലും മറ്റും കോർണറിൽ ഒരു ചെറിയൊരു സ്പേസ് എടുക്കുന്നുണ്ട് അല്ലെ. ആ സ്പേസ് എടുക്കുന്നത് മനസ്സിലാവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബോഡി ടാഗിന് ഞാൻ എന്ത് ചെയ്തു? ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ? ഇതിന്റെ പുറത്തോട്ട് ഇവിടെ ഒരു മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ കളറിന്റെ പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു സ്പേസ് എടുക്കുന്നുണ്ട് അല്ലെ. ഒരു മാർജിൻ വരുന്നുണ്ട്. ആ മാർജിൻ നമുക്ക് വേണ്ട. ആ മാർജിൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ആയിട്ട് കാണിക്കുള്ളൂ അല്ലെ. ഞാൻ എന്ത് ചെയ്തു? എല്ലാറ്റിന്റെയും യൂണിവേഴ്സൽ സെലക്ടർ യൂസ് ചെയ്തിട്ട് എല്ലാറ്റിന്റെയും മാർജിൻ എന്ത് ചെയ്തു? ബൈ ഡിഫോൾട്ട് 0 ആക്കി കൊടുത്തു. ഓക്കെ, കണ്ടോ? അപ്പൊ അത് പോയില്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഹെഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഹെഡറിനുള്ളിൽ ഇനി എന്ത് ചെയ്യാം? ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് വരാം. ഓക്കെ, വേണ്ട, ജസ്റ്റ് മറ്റേ നമുക്ക് ഹെഡറിനുള്ളിൽ എന്ത് കൊടുക്കാം? എലമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടെ തന്നെ. നമുക്ക് എന്ത് വേണം? 2 എലമെന്റ്സ് വേണം. ഒന്ന് ലോഗോ ആയിരുന്നു അല്ലെ. കണ്ടോ? ഒന്ന് ലോഗോ, അതുപോലെ തന്നെ ഒന്ന് ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്താണ്? യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, ലോഗോ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്താണ്? നമുക്ക് IMG ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. IMG ടാഗ് ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, IMG ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് ഫയൽ കൊടുക്കണ്ടേ? നമുക്ക് എന്താണ്? അതിന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എവിടെ വന്നു? ടെക്സൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കാണിച്ചു തരാം. ഗൂഗിൾ എടുത്തു. ഗൂഗിളില് പെക്സൽസോ ഫ്രീ പിക്കോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്ത് തൽക്കാലം ഒരു ലോഗോ എടുക്കുകയാണ്.
തൽക്കാലം ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഡൗൺലോഡ് ആക്കിയത് ഫയലിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ്സ് ലോഗോ എന്ന് പറഞ്ഞിട്ട് ഫയലൊന്ന് റീനെയിം ചെയ്തു. എന്നിട്ട് അത് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രൊജക്ട് ഫോൾഡറിനുള്ളിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു, അതിന്റെ സോഴ്സ് ഫയൽ ഇപ്പോൾ നമുക്ക് കാണാം. 229 എന്ന് പറഞ്ഞ ഫോൾഡറാണ് നമ്മളത്. അതിൽ ലോഗോ JPG കണ്ടില്ലേ, ഈ ഒരു ഫയൽ കണ്ടില്ലേ, ഇതാണ് ഇപ്പൊ നമ്മൾ എടുത്ത ലോഗോ അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതിന്റെ പാത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് // ഇടാം. // അപ്പൊ എന്ത് ചെയ്യും, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫയൽസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സജഷൻ കാണിക്കും. അത് നമുക്ക് വേണ്ടത് ഏതാ, logo.jpg അല്ലേ, അത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഇവിടുത്തെ ഒരു 100 പിക്സൽ കൊടുക്കാം. നോക്കി നോക്കാം അല്ലേ, വന്നുണ്ട്. ഓക്കെ, സംഭവം വന്നിട്ടുണ്ടല്ലോ. സോ നമുക്കിവിടെ ഇമേജ് ഡിസ്പ്ലേ ഉണ്ട് അല്ലെ, വ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിനെ ഇനി സെൻട്രൽ ആക്കണം. സെൻട്രൽ ആക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഹെഡറിലല്ലേ, ഇമേജിന് മാത്രം കൊണ്ടുവന്നാൽ പോരല്ലോ, ഒരു എലമെന്റ് കൂടി ക്രിയേറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു h1 കൊടുത്തിട്ട് അതിൽ യൂസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ കാണിക്കുന്നത്, ഓക്കെ, ഇപ്പൊ 2 എലമെന്റ്സ് അവിടെ ഉണ്ട്. h1 വേണ്ട, ഒരു h6 കൊടുത്തു. h6 കൊടുത്തേ, ചെറുതായി പോയി, h4 കൊടുത്തു, അത് മതി. ഓക്കെ, ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതേ രീതിയിലല്ലേ കാണിക്കേണ്ടത്, ഒന്ന് ഇവിടെ ഒന്ന് സൈഡിലും അല്ലെ, ലെഫ്റ്റിലും റൈറ്റിലും 2 അറ്റത്തായിട്ട് വരണം. നമുക്കിപ്പോ ഇവിടെ അല്ലേ വന്നിട്ടുള്ളത്, അതിനെന്ത് ചെയ്യണം, ഈ 2 എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, 2 സൈഡിലോട്ട് മാറ്റണം അല്ലെ. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹെഡർ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡറിൽ വന്നിട്ട് അതിന്റെ പേരന്റ് എലമെന്റ് ഏതാണ്, ഈ 2 എലമെന്റ്സിന്റെയും IMG ടാഗിന്റെയും അല്ലെങ്കിൽ h4ന്റെയും പേരന്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഹെഡർ ആണ് അല്ലെ. ഡയറക്റ്റ് പേരന്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിക്കാം, ഡിസ്പ്ലേ ഫ്ലക്സ്. അപ്പൊ എന്ത് ചെയ്യും, 2 സിംഗിൾ റോലായി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു, സെന്ററിലോട്ട് വന്നു. ഓക്കെ, സെന്റർ ഉള്ളത്, പിന്നെ എന്ത് ചെയ്തു, അലൈൻ ഐറ്റംസ് സെന്റർ വിളിച്ചു. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്, മൊത്തം രണ്ടും ഒരുമിച്ച് എന്ത് മൊത്തം സെൻട്രലായിട്ട് വന്ന് കിടക്കുകയാണ്. നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ കൊടുത്തതിനെ കൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്തു, 2 അറ്റത്തോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ബിറ്റ്വീൻ ഉണ്ട്. എന്താണ്, സ്പേസ് ബിറ്റ്വീൻ ഇട്ട് കൊടുത്തു. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ ഇട്ടപ്പോൾ കണ്ടോ, രണ്ടും അങ്ങേ തലക്കല്ല, അത്രയും അരുവില് പോയിട്ട് നിൽക്കുക അല്ലെ, അത്രയും തലക്ക പോയി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് നിൽക്കണ്ട, നമുക്ക് കുറച്ചൊരു സ്പേസ് എടുത്തിട്ട് ഒരു ചെറിയൊരു മാർജിൻ ഒക്കെ എടുത്തിട്ട് വേണം അങ്ങനെ നിൽക്കാൻ അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പാഡിങ് കൊടുക്കാട്ടോ. പാഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റെസ്പോൺസീവ് ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മേ ബി ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ അതിനുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിന് തൽക്കാലം ഞാനൊരു div ക്രിയേറ്റ് ചെയ്തു. div ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്ലാസ് കൊടുത്തു, എന്ത് കൊടുത്തു, ഹെഡർ എന്നിട്ട് കൊടുത്തു, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഈ ക്ലാസ് ഞാനിവിടെ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു, ഹെഡർ അതിലെന്ത് ചെയ്തു, വിഡ്ത്ത് എത്ര കൊടുത്തു, ഒരു 90% കൊടുത്തു. ഓക്കെ, 90% കൊടുത്തു. ഓക്കെ, 90% കൊടുത്തപ്പോൾ ഇവിടുത്തെ എത്ര എടുത്തു എന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയുന്നില്ല അല്ലെ. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു നോക്കാം. ഇത് നമുക്ക് ഒഴിവാക്കാനുള്ള കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു.
കണ്ടോ 90% എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു വിടുത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് രണ്ടും എന്ത് താഴോട്ട് വന്നു. കാരണം എന്താ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് താഴോട്ട് വന്നത്? അതായത് റോ വൈസിലായത് വീണ്ടും കോളം വൈസിലായി ഈ രണ്ട് എലമെന്റ്സ്, അതായത് IMGയും H4ഉം. അതെന്തുകൊണ്ടാണ്? കാരണം എന്താ നമ്മൾ ഹെഡറിനാണ്, അതായത് ഇതിന്റെ ഡയറക്റ്റ് ഈ രണ്ട് എലമെന്റ്സിന്റെ ഡയറക്റ്റ് പേരന്റിന് വേണം, ഞാൻ പറഞ്ഞു എന്ത് രണ്ട് ഡയറക്റ്റ് പേരന്റിന് വേണം നമുക്ക് എന്ത് വിളിക്കാൻ, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, എങ്കിൽ അത് റോ വൈസിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തില്ല, ഡയറക്റ്റ് പാരന്റ് ഇപ്പൊ ഏതാണ്, ഇതാണ് ഹെഡർ റാപ്പ് ആണ് അല്ലെ. അപ്പൊ അതിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്പ്ലേ ഫ്ലക്സ് വിളിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, രണ്ട് എലമെന്റ്സ് എന്തായി ഇങ്ങോട്ട് വന്നു. ഇനി എന്ത് ചെയ്തു, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് കൊടുത്തു. അപ്പൊ രണ്ടറ്റത്ത് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, അലൈൻ ഐറ്റംസ് സെന്റർ വിളിച്ചു. അതൊക്കെ എവിടുന്ന് മുമ്പ് നമ്മൾ കൊടുത്തുകൊടുത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ടാ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ആ ഡിവിനുള്ളിൽ ഏറ്റവും സെൻട്രലായിട്ട് എലമെന്റ്സുകൾ പ്ലേസ് ആയി. പക്ഷെ ഇങ്ങനെ വന്നാൽ പോരല്ലോ, നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ മൊത്തം ഈ യെല്ലോ ഡിവിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രൗൺ ഡിവിന്റെ ഏറ്റവും സെൻട്രലിൽ കൊണ്ടുവന്ന് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ ഓട്ടോ വിളിച്ചോ. മാർജിൻ ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആവോ വിഡ്ത്ത് വൈസിൽ സെൻട്രലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആണെങ്കിൽ ഒരു ഡിസ്പ്ലേ ഫ്ലക്സ് കൂടി വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി, സെൻട്രലായി. ഓക്കെ, ഇനി നമുക്ക് യെല്ലോ കളർ വേണ്ടല്ലോ, അത് ഒഴിവാക്കിയല്ലേ, അത് ഞാൻ ഒഴിവാക്കി. കണ്ടോ, ഇപ്പൊ എന്തായി, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ രണ്ട് എലമെന്റ്സ് എവിടെ വന്നു, രണ്ട് തലക്കലായിട്ട് വന്നു. ഇനി നമുക്ക് റെസ്പോൺസീവ്നെസ്സിനൊന്നും ഈ ഒരു സംഭവം ബാധിക്കൂല. എത്ര ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഈ കോണ്ടന്റ്സ് എന്ത് ചെയ്യും, കണ്ടോ. ഇത് വലുതാക്കുകയാണെങ്കിൽ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനനുസരിച്ച് കറക്റ്റ് എവിടെയും ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല, കറക്റ്റ് സൈസിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ടെക്സ്റ്റ് കളർ, ഹെഡറിന്റെ ടെക്സ്റ്റ് കളർ ഞാൻ എന്ത് ചെയ്തു, കളറ് ആക്കി കൊടുത്തു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത എലമെന്റ് ഏതാണ്, ഈ സൈഡ് അല്ലെ, ഇവിടെ ലെഫ്റ്റിലുള്ള ഈ ഹോം പ്രൊഡക്ട്സ് കാർട്ടൊക്കെ ഉള്ള ഈ ഒരു എലമെന്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫയലിൽ വരുന്നു, ഇതൊന്ന് ഞാൻ ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ഫോർമാറ്റ് ചെയ്ത് നോക്കി. ഇപ്പോ ഹെഡർ കംപ്ലീറ്റ് ആയി. നമുക്ക് ഏത് കംപ്ലീറ്റ് ആയി, ഹെഡർ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യേണ്ടത്, അടുത്ത സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അടുത്ത സെക്ഷൻ നമുക്ക് വരുന്നത് അസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെമാന്റിക് എലമെന്റ് നമുക്ക് ഡിവ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അസൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അസൈഡ് യൂസ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അസൈഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ആദ്യം കാണിച്ചുതരാം. അസൈഡ് കൊടുക്കുന്നുണ്ട്. അസൈഡ് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ട ഒരു എലമെന്റ് ആണ് എന്നുള്ളതിന്റെ, ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് കൊടുക്കേണ്ട എലമെന്റ് ആണ് എന്നുള്ളതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് സെമാന്റിക് എലമെന്റ് ഞാൻ യൂസ് ചെയ്തു. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഡിവ് യൂസ് ചെയ്യാം, അപ്പോൾ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണ്, ഞാനത് സെമാന്റിക് എലമെന്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, അസൈഡ് ക്രിയേറ്റ് ചെയ്തു. അസൈഡിലോട്ട് നമുക്ക് ഇനി സ്റ്റൈൽ എഴുതണ്ടേ. അപ്പോൾ അസൈഡ് എന്ന് പറഞ്ഞിട്ട് എലമെന്റ് സെലക്ട് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന് സ്റ്റൈൽ ചെയ്തു. അതിനൊരു വിഡ്ത്ത് കൊടുക്കണ്ടേ, വിഡ്ത്ത് കൊടുത്തു. വിഡ്ത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, ഇതാണ് ടോട്ടൽ എന്ത് വിഡ്ത്ത് അല്ലേ. അതായത് സ്ക്രീനിന്റെ ഫുൾ വിഡ്ത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇപ്പൊ എന്തെടുക്കുന്നുള്ളൂ, അസൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള മെനു ബാർ എടുക്കുന്നുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു വിഡ്ത്ത് ഫിക്സഡ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാല്, ഞാനൊരു ഫിക്സഡ് വിഡ്ത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്ത് ചെയ്യണം, എന്നൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ
ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഹൈറ്റ് മിനിമം ഹൈറ്റ് എത്ര കൊടുക്കാം? മിനിമം ഹൈറ്റ് 100 ഇഞ്ച്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇത് 300 പിക്സൽ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു, വിഡ്ത്ത് കൊടുത്തു അല്ലേ. ഇവിടെ വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് റെസ്പോൺസീവ് ആക്കി ട്രൈ ചെയ്യാണ്. എല്ലാ കണ്ടോ, സ്ക്രീൻ സൈസ് ചെറുതായാലും എത്ര ചെറുതായാലും അതെന്ത് ചെയ്യും, ഈ ഒരു എലമെന്റ് 300 പിക്സൽ എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ബ്ലാക്ക് സ്ക്രീനിൽ വരേണ്ട കണ്ടന്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഷോ ചെയ്യിക്കാനുള്ള സ്പേസ് ഇല്ലാതെ വരും. ഓക്കെ, അപ്പൊ അതിനോട് ഇതെന്താ UI മൊത്തം ബ്രേക്ക് ആയില്ലേ. കാരണം എന്താ, ഈ ഒരു വയലറ്റ് എലമെന്റ് എല്ലാ സമയത്തും എന്താ എടുക്കുന്നത്, ഒരു 300 പിക്സൽ ഫിക്സഡ് സൈസ് എടുക്കുന്നതുകൊണ്ടാണ് ആ ഇഷ്യൂ. നമുക്ക് അതിന് എന്ത് ചെയ്യണം, റിലേറ്റീവ് ആക്കിയിട്ട് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റെസ്പോൺസീവിനെ ബാധിക്കാത്ത രീതിയിൽ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരന്റ് എലമെന്റിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് ആക്കിയിട്ട് കൊടുക്കാം. ഒരു പെർസെൻറ്റേജ് വൈസിൽ കൊടുക്കാം. ഓക്കെ, പെർസെൻറ്റേജ് വൈസിൽ കൊടുക്കണം. പെർസെൻറ്റേജ് വൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 300 പിക്സൽ ഉള്ളത് ഞാൻ എന്ത് ചെയ്തു, ഒരു 30% ആക്കി കൊടുത്തു. 30% ഒത്തിരി കൂടുതലാണ്, 20% കൊടുത്തു. ഓക്കെ, 20% കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. റെസ്പോൺസീവ് ആക്കുന്ന സമയത്ത് കണ്ടോ, ചെറുതായി ചെറുതായി വരുന്നു. നമുക്ക് ആ ബ്ലാക്കിനുള്ള സ്പേസ് എപ്പോഴും ഉണ്ട്, അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് റെസ്പോൺസീവ്. സോറി കേട്ടോ, ഒരു കാര്യം പറയാൻ പറ്റും. എങ്ങനെ ഞാൻ റെസ്പോൺസീവ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയോ, ഇതിൽ വന്നിട്ട് ഞാൻ ഷോർട്ട് കീ ഉണ്ട്, കൺട്രോൾ ആക്കി പിടിച്ചിട്ട് ഷിഫ്റ്റും കൺട്രോളും ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അതെന്റെ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് ഓപ്പൺ ആവും ബ്രൗസറിൽ. അപ്പൊ അത് എങ്ങനെ, അത് ഞാൻ ഷോർട്ട് കീ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൗസിൽ. ഇവിടെ വിൻഡോയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കണ്ടോ, ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, ഈ ഇൻസ്പെക്ട് സെലക്ട് ചെയ്യാം. ഇൻസ്പെക്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് മേ ബി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ല ഒരു സംഭവം കണ്ട, എലമെന്റ്സ് കൺസോളൊക്കെ കണ്ടില്ലേ, അതിന്റെ ഇപ്പുറത്ത് കണ്ടില്ലേ ഈ ഒരു പോർഷൻ, ഈ ഒരു ടോഗിൾ ബട്ടൺ കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് ചെക്ക് ചെയ്യാൻ പറ്റും, ചെറുതാക്കാനോ വലുതാക്കാനോ. ഇനി അതല്ല, ഓരോ ഫോൺ വൈസിൽ XR, പിക്സൽ 7, സാംസങ് X20 അൾട്ര, ഈ ഒരു സൈസിലുണ്ടാ, എല്ലാറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസീവ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ എസൈഡ് നമ്മൾ കൊടുത്തു അല്ലേ, എസൈഡ് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടല്ലേ, കോണ്ടന്റ് നമുക്ക് കൊടുക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു പോർഷനും കൂടി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം അല്ലേ. ഈ ഒരു പോർഷനും കൂടി സെറ്റ് ചെയ്യണ്ടേ. അതെങ്ങനെ സെറ്റ് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കോണ്ടന്റ് കൊടുത്താൽ മതിയാവോ? അസൈഡ് കൊടുത്തു, അസൈഡിന് ശേഷം ഒരു എലമെന്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് മതിയാവോ? ഞാൻ എന്ത് ചെയ്തു, മെയിൻ സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ടാഗ് ഉണ്ട്. ആർട്ടിക്കിൾ കണ്ടോ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. എന്താണ്, ഞാൻ ഇവിടെയും സെമാന്റിക് എലമെന്റ് ചൂസ് ചെയ്യാണ്. ആർട്ടിക്കിൾസ് നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കോണ്ടന്റ്സും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആർട്ടിക്കിൾ ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുള്ളിലാണ് നമുക്ക് ഈ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അല്ലേ. ഞാൻ ഈ ടെക്സ്റ്റ് ഇവിടെ തന്നെ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, ഇത് ഹെഡിങ് അല്ലേ, ഹെഡിങ് മാത്രം ഞാൻ ആദ്യം കോപ്പി ചെയ്തു, എന്നിട്ട് ഹെഡ് 1 കൊടുത്തു, H1 കൊടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, പാരഗ്രാഫ് വേണ്ടേ, പി ടാഗ് ക്രിയേറ്റ് ചെയ്തു. പി ടാഗിനുള്ളിൽ പാരഗ്രാഫ് കൊടുത്തു. ഓക്കെ,
ഇവിടെ ഉള്ള ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പേജിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ടെക്സ്റ്റ് കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? കാണാത്തതിന് കാരണം എന്താ വെച്ചാൽ, ഒന്ന് ടെക്സ്റ്റ് ബ്ലാക്ക് കളറാണ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ടും എന്താണ്, ബ്ലാക്ക് കളറാണ്. ഞാൻ എന്ത് ചെയ്തു, ബോഡിയിൽ വന്നിട്ട് കളറ് വൈറ്റ് ആക്കി കൊടുത്തു. കണ്ടോ, കളർ വൈറ്റ് ആക്കി കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് താഴെ വന്നു. താഴെ വരാൻ കാരണം എന്താ, അങ്ങനെ താഴെ അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടെ അല്ല വരേണ്ടത്. അതായത് വയലറ്റ് ഡ്യൂവിന്റെ അല്ലെ പർപ്പിൾ ഡ്യൂവിന്റെ റൈറ്റ് സൈഡിലല്ലേ വരേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് താഴെ വന്നു? താഴെ വരാൻ കാരണം ഒന്നുമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് എലമെന്റും ഇൻലൈൻ എലമെന്റ്സും അല്ലെ. ഇതെന്താണ്, ഡിവ് എന്താണ്, ഒരു ബ്ലോക്ക് എലമെന്റ് ആണ്. ബ്ലോക്ക് എലമെന്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഫുൾ വിഡ്ത്ത് എടുത്തിട്ടാണ് വരിക. പി ആണെങ്കിലും എന്താണ്, H1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ അതൊരു ലൈൻ ബ്രേക്കോട് കൂടിയിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക, വ്യൂ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അതിന്റെ ലേഔട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ HTML എലമെന്റ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയറിൽ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് നമ്മൾ വിളിക്കുന്നത് എവിടെയായിരുന്നു, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കാൻ ഈ രണ്ട് എലമെന്റ്സുകളല്ലേ ഇതിനെ, സോറി, ഈ അസൈഡിന്റെ ആർട്ടിക്കിളിനെയും കൂടി നമുക്ക് ഒരു സിംഗിൾ റോൾ ആക്കണം. അങ്ങനെ റോൾ ആക്കണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിന്റെ പേരന്റിനെ നമ്മൾ എന്ത് വിളിക്കണം, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കണം അല്ലെ, അങ്ങനെയല്ലേ? അതായത് അസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് അതാണല്ലോ ഇത്, ഈ വയലറ്റ്, അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിനുള്ളിലാണ് ഈ ടെക്സ്റ്റുകൾ വരുന്നത് അല്ലെ. ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ റോയിലോട്ട് മാറ്റണം. അതായത് ഈ വയലറ്റ് കിടക്കുന്ന അതേ റോയിലോട്ട് തന്നെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കോണ്ടന്റ് വരണം. ഇപ്പൊ അത് താഴെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിനിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ രണ്ടിന്റെയും പേരന്റ് എലമെന്റ് ഏതാണോ ആ പേരന്റ് എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കാം. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് രണ്ടിനും മാത്രമായിട്ട് നമുക്ക് ഒരു പേരന്റ് എലമെന്റ് ഇല്ല, ഉണ്ടോ? അതിന് അസൈഡിനും ആർട്ടിക്കിളിനും മാത്രമായിട്ട് നമുക്കൊരു പേരന്റ് എലമെന്റ് ഇല്ല. ഏതിനും കൂടി ഉള്ളൂ, ഹെഡറും അസൈഡും ആർട്ടിക്കിളിനും മൂന്നിനും കൂടിയാണ് നമുക്കൊരു പേരന്റ് എലമെന്റ് ഉള്ളത്. അത് ഏതാണ്, ബോഡിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ബോഡിക്ക് വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണ് നോക്കി നോക്കാം. ബോഡിക്ക് വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹെഡറും എന്ത് ചെയ്യും, ആ ഒറ്റ റോലോട്ടായിട്ട് മാറും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചു, കണ്ടോ, ആകെ തെറ്റിയില്ലേ, നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ ഒന്ന്. അപ്പൊ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ ഒഴിവാക്കി അവിടെ എല്ലാം നമുക്ക് കൊടുക്കണ്ടേ എന്നുള്ളത് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു അസൈഡിനും ആർട്ടിക്കിളിനും മാത്രമായിട്ട് ഒരു പേരന്റ് വേണമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഒരു പാരന്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ്, ഈ ഒരു പോർഷൻ ആണ് നമുക്ക്, ഇത് ഹെഡർ, ഇതിന്റെ താഴോട്ട് വരാനുള്ള ഫൂട്ടർ, ഈ ഒരു സെക്ഷൻ ആണ് നമുക്ക് വയലറ്റും അല്ലെ പർപ്പിളും ടെക്സ്റ്റ് കോണ്ടന്റും കൂടി അടങ്ങുന്നതാണ് നമ്മുടെ എന്ത് മെയിൻ പോർഷൻ അല്ലെ. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു, മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട്. ഞാൻ അവിടെ ഞാൻ എന്ത് ചെയ്തു, സെമാന്റിക് ടാഗ്സ് യൂസ് ചെയ്യാണ്. മെയിൻ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്, ആ ടാഗ് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, ആ മെയിൻ ടാഗ്, അതായത് div എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്, കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെമാന്റിക് ടാഗ്സിന്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു, മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിനുള്ളിൽ അതൊരു പാരന്റ് ആക്കിയിട്ട് അസൈഡിന് ആർട്ടിക്കിളിന് റാപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, മെയിൻ ടാഗ്, മെയിൻ എവിടെ, മെയിൻ ടാഗിന്റെ ഉള്ളിൽ ഇപ്പൊ ഏതാ ഉള്ളത്, അസൈഡും ഉണ്ട് ആർട്ടിക്കിളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തു, അസൈഡിനെയും ആർട്ടിക്കിളിനെയും ഞാൻ എന്ത് ചെയ്തു, ഒന്നിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ടാഗിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ച് നോക്കി ഇവിടെ. മെയിൻ എലമെന്റ് സെലക്ടർ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചു, കണ്ടോ? ഇപ്പൊ എന്ത് ചെയ്തു, രണ്ടും ഒരു സിംഗിൾ റോയിലോട്ട് തന്നെ കയറിയില്ലേ, സിംഗിൾ റോയിലോട്ട് കയറി. ഓക്കെ, ഇപ്പോ പക്ഷെ നമുക്കത് കറക്റ്റ് വിടുത്ത് നമ്മൾ കൊടുത്ത പ്രൊപ്പോർഷനിലല്ല വന്നിട്ടുള്ളത്. കാരണം എന്താ, അസൈഡ് നമ്മൾ 20% കൊടുത്തു, മറ്റേ പോർഷന് ഏത് ആർട്ടിക്കിളിൽ നമ്മൾ എന്ത് ചെയ്തില്ല, സ്റ്റൈൽ കൊടുത്തിട്ടില്ല. അതിനും കൂടി നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ,
ആർട്ടിക്കിളിന് എലമെന്റ് സെലക്ടർ കൊടുത്തു. എലമെന്റ് സെലക്ടർ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു വിഡ്ത്ത് ഇവിടെ 20% അല്ലേ വന്നിട്ടുള്ളത്, ഞാൻ എന്ത് ചെയ്തു, ഒരു ബാലൻസ് എത്ര വരിക, 80%. എന്ത് ചെയ്തു, കറക്റ്റ് വിഡ്ത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള 20% തന്നെ എവിടെ എടുത്തു, പർപ്പിൾ ഡ്യൂവിന് എടുത്തു, മറ്റേ ടെക്സ്റ്റ് കോണ്ടന്റിന് അതിന്റെ ബാലൻസും എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണ്ടില്ലേ കുറെ അറ്റം ഒരു സ്പേസ് ഇല്ല, ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നത് അല്ലെ, നമുക്കൊരു പാഡിങ് എന്തെങ്കിലും കൊടുക്കാം. പാഡിങ് കൊടുക്കുന്നുണ്ട്, പാഡിങ്ങും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പാഡിങ് കൊടുക്കുന്നില്ല, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, പാഡിങ് കൊടുക്കാതെ ജസ്റ്റ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. എന്ത് ക്രിയേറ്റ് ചെയ്തു, ഡിവ് ക്രിയേറ്റ് ചെയ്തു. ആ ആർട്ടിക്കിൾ ടാഗിന്റെ ഉള്ളിലാട്ടാ ക്രിയേറ്റ് ചെയ്ത്, അതിന് H1നും P-നും കൂടി എന്ത് ചെയ്തു, ഒരു ഡിവ് വെച്ചിട്ട് റാപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് ഞാനൊരു ക്ലാസ് കൊടുത്തു, ക്ലാസ് ആർട്ടിക്കിൾ റാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ആർട്ടിക്കിൾ റാപ്പ് ക്ലാസ് ഞാൻ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ റാപ്പ് വിളിച്ചിട്ട് അതില് ഒരു വിഡ്ത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ ഹെഡർ റാപ്പ് ചെയ്ത് അതേപോലെ തന്നെയാണ്, അതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാത്തത്. വിഡ്ത്ത് ഞാൻ എത്ര കൊടുത്തു, ഒരു 90% കൊടുത്തു. ഓക്കെ, 90% കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു കളർ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാട്ടോ, വേണമെങ്കിൽ കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എത്ര പോലെ വരുന്നുണ്ട്, ആ ഒരു ഡിവിന്റെ സ്പേസ് എടുത്തത് ഈ ഒരു വിഡ്ത്ത് വരെയാണ്. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യണം, ഈ ഒരു സാധനത്തിന് നമുക്ക് സെൻട്രലിലേക്ക് കൊണ്ടുവന്നൂടെ, ആർട്ടിക്കിളിന്റെ ഉള്ളിലാണ് ആർട്ടിക്കിൾ റാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ആർട്ടിക്കിൾ റാപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെൻട്രലാക്കി കൊടുക്കാം അല്ലെ. ഇതിപ്പോ ഒരു അരൂല വന്ന് കിടക്കുന്നത്, ഇവിടെ എത്ര പോലെ സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അതിന്റെ റൈറ്റ് സൈഡിൽ, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സെൻട്രലിലോട്ട് കൊണ്ടുവരാം. അതിനെന്ത് ചെയ്യണം, ഇവിടെ മാർജിൻ ഓട്ടോ വിളിച്ചോട്ടെ, കണ്ടോ. ഓക്കെ, മാർജിൻ ഓട്ടോ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു, സെൻട്രലിലോട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൺട്രോൾ ഒഴിവാക്കി കൊടുക്കാം. ഇനി ഇതിന് വേണമെങ്കിൽ ജസ്റ്റ് ചെറിയൊരു പാഡിങ് കൊടുക്കാം, പാഡിങ് 20 പിക്സൽ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു, ഒരു കോണ്ടന്റും അതിൻ്റെ ഉള്ളിലായില്ലേ. ഇനി നമുക്ക് റെസ്പോൺസ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നോ ഇഷ്യൂസ്. ടെക്സ്റ്റ് എന്ത് ചെയ്തു, കറക്റ്റ് വരുന്നില്ലേ. ഓക്കെ, ടെക്സ്റ്റ് എവിടെയും ബ്രേക്ക് ആവുന്നില്ല, കറക്റ്റ് ലേഔട്ട് എന്താണ്, എല്ലാ ഡിവൈസസിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ലേഔട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ സൈഡിൽ നമുക്ക് കുറച്ച് എലമെന്റ്സ് എല്ലാം ഷോ ചെയ്യിപ്പിക്കണ്ടേ, അതും കൂടി ഷോ ചെയ്യിപ്പിക്കാം. ഓക്കെ, സൈഡിലല്ലേ, സൈഡിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു UL ടാഗ് കൊടുക്കാം. UL ടാഗിൽ ലിസ്റ്റ് ഹോം പ്രോഡക്ട്സ് കാർട്ട് കൊടുത്തു. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, നമുക്ക് ഇതിനെന്ത് ചെയ്യണം, സെൻട്രലാക്കണ്ടേ അല്ലെ. സെൻട്രലാക്കാൻ എന്ത് ചെയ്താൽ മതി, മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സൈഡിന് വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലക്സ് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ അലൈൻ ഐറ്റംസ് സെൻറ്റർ, അലൈൻ ഐറ്റംസ് സെൻറ്റർ വിളിക്കണോ, അല്ല
ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ ഇഷ്യൂ. ഓക്കെ, ഒറ്റ ഡിസ്പ്ലേ സെൻട്രൽ ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പാഡിങ് കൊടുക്കാം. പാഡിങ് ഒരു പെർസെൻറ്റേജ് ആക്കിയിട്ട് കൊടുത്തു, 10 പിക്സൽ ആക്കി കൊടുത്തു. ചെറിയ ഫിഗറിലൊക്കെ ആകുമ്പോൾ നമുക്ക് റെസ്പോൺസ് ചെയ്യാനും അല്ലാതെ ബാധിക്കില്ല. ഇനി എന്ത് ചെയ്തു, ഇവിടെ കണ്ടില്ലേ കുറെ ഡോട്ട് ഡോട്ട് ഡോട്ട്, ഈ ഡോട്ട്സുകൾ നമുക്ക് ഒഴിവാക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ LI ടാഗിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ചെയ്താം. LIക്ക് ലിസ്റ്റ് സ്റ്റൈൽ നൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അതിന്റെ ടെക്സ്റ്റ് അവിടുന്ന്, അതിന്റെ ഡോട്ടുകൾ അവിടുന്ന് മാറിപ്പോകും. ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യാൻ മതി, ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ 20 പിക്സൽ. ഓരോ LIക്ക് എന്ത് ചെയ്തു, ഒരു മാർജിനും കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, സംഭവം വൃത്തിയായിട്ട് വന്നില്ലേ? എന്ത് ചെയ്തു, റെസ്പോൺസീവ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്തു, ഇത് ബ്രേക്കായി. കണ്ടോ, അത് ബ്രേക്കായി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പുതിയൊരു സംഭവമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പറയുകയാണ്. മീഡിയ ക്വറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. എന്താണ്, നമുക്ക് റെസ്പോൺസീവ്നെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഫിക്സഡ് സൈസ്, ഇപ്പൊ ഈ ഒരു സൈസ് വരെ നമുക്ക് UI ബ്രേക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലെ? പക്ഷെ ഇതിലും താഴോട്ട് ചെറിയ സ്ക്രീൻ സൈസ് ആകുമ്പോൾ, അതായത് 590, ഇവിടെ കാണണ്ടോ, 590 ഒക്കെ സൈസ് ആകുമ്പോൾ ഒരു 600, 650, 648 അല്ല, 675, 687, 700, ഒരു 750 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം, 750 ഒക്കെ ആകുമ്പോൾ എന്താണ്, ഒരു 800 ഒക്കെ ആകുമ്പോൾ, 750 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പാഡിങ് ജസ്റ്റ് ഒരു 10 പിക്സൽ വേണ്ട. സോറി, അവിടെ ഇല്ല, ശരിയില്ല. ഒരു 700 അല്ലെങ്കിൽ 750 വരെ ഓക്കെ ആണ് അല്ലെ? 750 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം എന്താണ്, UI ബ്രേക്ക് ആയി പോകുന്നുണ്ട് അല്ലെ? ഇവിടെ ഓക്കെ, 750 ആകുമ്പോൾ, 750 ഒരു 600 ഒക്കെ ആകുമ്പോഴാണ് ബ്രേക്ക് ആവുന്നത്, 650 ഒക്കെ ആകുമ്പോൾ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. നമുക്കൊരു 700 എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. 700 ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവം ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യണം, മുകളിലോട്ട് വരണം. എങ്ങനെ നോക്കല്ലേ, ഞാൻ ചെറിയൊരു ഐഡിയ കാണിച്ചു തരാം. ഇതാണ് എന്താണ് മീഡിയ ക്വറി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിനാണ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട്. ഓക്കെ, ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്. അറ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, മീഡിയ എന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടീഷൻ കൊടുക്കുക. എന്താണ് കണ്ടീഷന്, നമുക്ക് സ്ക്രീൻ സൈസ് എത്രയാവുന്ന സമയത്ത് മാക്സിമം എടുത്ത് ഒരു 750 പിക്സൽ അല്ലെ, മാക്സിമം എടുത്ത് 750 പിക്സലൊക്കെ ആവുന്ന സമയത്ത് എന്താവണ്ടേ നമുക്ക്, ഈ സംഭവത്തിന് നമുക്കിത് UI ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനത്തിന് ഇതിന്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഇതിനെ താഴോട്ടാക്കിയിട്ട് രണ്ട് സെക്ഷൻസ് ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, നോക്കി നോക്കാം എങ്ങനെ 2 സെക്ഷൻസ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡില്ലേ, സൈഡ് പറഞ്ഞിട്ടുള്ള എലമെന്റിന് അങ്ങനത്തെ ഒരു
അസൈഡിന് മുന്നേ നമുക്ക് എന്താണ് ഈ ഡിസ്പ്ലേ ഫ്ലെക്സ് ആണല്ലോ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ഫ്ലെക്സ് ആണല്ലോ നമുക്ക് ഈ രണ്ടെണ്ണത്തിന് ഒരേ റോയിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരേ റോഡിലോട്ട് കൊണ്ടുവന്നതിന് എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് താഴോട്ട് തന്നെ കൊണ്ടുവരുന്ന രീതിയിലാക്കാം. അതായത് കോളം വൈസിൽ തന്നെ, അതായത് ഈ വയലറ്റ് ഡിവ് എവിടെ വരണം, റെഡിന്റെ താഴെ ഫുൾ വിഡ്ത്തിൽ വരണം. ബ്ലാക്ക് എന്ത് ചെയ്യണം, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് കോണ്ടന്റ് എന്ത് ചെയ്യണം, ഈ ഇതിന്റെ താഴോട്ട്, വയലറ്റ് ഡിവിന്റെ താഴോട്ട് വരണം. അപ്പൊ ആ രീതിയിലോട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ റോയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചു മെയിൻ അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്യണം, ഫ്ലക്സ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് അല്ലെങ്കിൽ ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അല്ലേ, അത് വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്ലക്സ് ഡയറക്ഷൻ അസൈഡിനല്ല സോറി മെയിൻ എന്ത് ചെയ്യാം, ഫ്ലക്സ് ഡയറക്ഷൻ എന്ത് ചെയ്യാം, ഓൺ ആക്കി കൊടുക്കാം. നോക്കി നോക്കാം ഉണ്ടോ. ഇപ്പൊ ഇത് ടെക്സ്റ്റ് എവിടെ വന്നു, താഴോട്ട് വന്നു. അതായത് 700 ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 750 പിക്സലിലൊക്കെ ആവുമ്പോൾ ആണ് അത് താഴോട്ട് വരുന്നത്. കേട്ടാ 753 വരെ മുകളിലാണ്, 750 ആകുമ്പോൾ എന്ത് ചെയ്തു, താഴോട്ട് ചാടി. അതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് കയറിയിട്ട് വരും. ഓക്കെ, അത് മാത്രം ചെയ്താൽ പോരാ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് താഴോട്ട് ചാടി, ഓക്കെ താഴോട്ട് ചാടി, ഓക്കെ താഴോട്ട് ചാടി മാത്രം പോരല്ലോ, ഇതിന്റെ ഹൈറ്റ് എന്ത് ചെയ്യണം, സോറി വിഡ്ത്ത് എന്ത് ചെയ്യണം, ഫുള്ളാക്കിയാൽ വേണ്ട വയലറ്റ് ഡ്യൂവിന്റെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അസൈഡ് വിഡ്ത്ത് 100%. കണ്ടോ, വിഡ്ത്ത് 100% ആയി. മാത്രമല്ല ഇനി ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ചെറുതാക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഹൈറ്റ് അപ്പോ നമ്മള് പറഞ്ഞു ഇതല്ലേ, ഇതില് ഈ പർപ്പിൾ ഡിവ് ഒരു ഫുൾ, അതായത് സ്ക്രീൻ സൈസ് ചെറുതാകുന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ അതിനെ ഫുൾ വിഡ്ത്താക്കിയിട്ട് കൊടുത്തു. വിഡ്ത്താക്കിയത് മാത്രമല്ല അതിന്റെ ഹൈറ്റും ഇത്ര പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരാൻ പാടുണ്ടോ, ഇങ്ങനെ വരാൻ പാടില്ല. ഏകദേശം ഇതിന് എത്ര ഹൈറ്റ് ആവശ്യമുള്ളൂ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഹൈറ്റ് എടുക്കണം. അത് ഫുൾ ഹൈറ്റ് എടുക്കാൻ കാരണം എന്താണെന്നറിയോ, മിനിമം ഹൈറ്റ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്, 100 VH അതായത് നമ്മൾ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. മിനിമം വിഡ്ത്ത് എത്ര കിട്ടണം, എത്രയാണോ സ്ക്രീനിന്റെ സൈസ് ഹൈറ്റ് വരുന്നത് അത്രയും ഹൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിനിമം ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു സ്റ്റൈല് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഫുൾ ഹൈറ്റ് എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അത് എപ്പോൾ മാത്രം എടുത്താൽ മതി, ഈ ഒരു ഹൈറ്റ്, ഈ ഒരു 750 എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ സൈസ് ഇല്ലേ, ഇതിന് മുകളിലോട്ടാവുമ്പോൾ, അതായത് മിനിമം വിഡ്ത്ത് എത്ര വേണം, 750 ആണെങ്കിൽ മാത്രം, 750 751 750 ആണെങ്കിൽ മാത്രം എന്തെടുത്താൽ മതി, നമുക്ക് മിനിമം ഹൈറ്റ് എത്ര കാണിച്ചാൽ മതി, 100 VH എടുത്താൽ മതി. ഞാനിതൊന്ന് കളഞ്ഞു നോക്കാം. ഓക്കെ, അത് കളഞ്ഞു നോക്കി കണ്ടാ, ആ കളഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു, നമുക്ക് അതിന്റെ ഹൈറ്റ് പാകത്തിനായില്ലേ, കറക്റ്റ് ഹൈറ്റ് ആയില്ലേ. പക്ഷേ എന്താണ് പ്രശ്നം, വലുതാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഈ ബ്ലൂ വയലറ്റ് കളർ എന്ത് ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് എടുക്കണില്ല. എത്ര പോലെ ഇവിടെ കട്ടായി പോയില്ലേ. അങ്ങനെ വരാനും പാടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിന് വലിയ സൈസ് ആവുന്ന സമയത്ത് ഇത് ഫുൾ വിഡ്ത്ത് എടുക്കുക, ഫുൾ ഹൈറ്റ് എടുക്കുക വേണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മീഡിയ കുറി ഇടാം. ഓക്കെ, മീഡിയ എന്നിട്ട് അതിലോട്ട് അടുത്ത കണ്ടീഷൻ എന്താ കൊടുക്കണ്ടേ, മിനിമം വിഡ്ത്ത് എത്രയാവണം, മിനിമം വിഡ്ത്ത് ഇവിടെ നമ്മൾ എത്ര കൊടുത്ത് 750 അല്ലേ. ഓക്കെ, 750 പിക്സൽ ആണെങ്കിൽ എന്ത്, ഏതിന് എത്ര ഹൈറ്റ് എടുക്കണം, അസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന് മിനിമം ഹൈറ്റ് 100 VH എടുക്കണം. നോക്കി നോക്കാം, ഇപ്പൊ എന്ത് ചെയ്തു, 750 മുകളിലാണ് ഇപ്പൊ ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത്, സ്ക്രീൻ വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ട് അത് എന്തെടുത്തു, ഫുൾ എടുത്തു. ഇനി താഴോട്ട് വരുന്ന സമയത്ത് അത് കുറഞ്ഞു, കണ്ടോ, കുറഞ്ഞു മാത്രമല്ല, പക്ഷെ ഈ ഒരു ടെക്സ്റ്റ് കണ്ടോ, അത് ഫുൾ വിഡ്ത്ത് എടുക്കുന്നില്ലല്ലോ. അത് എത്ര വന്നിട്ടുള്ളൂ, പകുതി മാത്രം വന്ന് എടുക്കുക അല്ലേ. അതേപോലെ ഇവിടെ ചെറിയൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട് അല്ലേ.
യുഐയിൽ എവിടേക്കോ ചെറിയ ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് അല്ലേ. ഇതിന്റെ വിടുത്ത് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നത്? ലോറം ഇപ്സം ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ വിടുത്ത് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് 80% കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിപ്പോ എത്ര 80% എന്തെടുക്കുന്നുള്ളൂ വിടുത്തെടുക്കുന്നുള്ളൂ. അതാണ് പ്രോബ്ലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 750 ചെറുതാവുന്ന സമയത്ത് അതായത് 750 വിടുത്ത് വരെ നമുക്ക് എന്തെടുക്കണം? സൈഡ് മാത്രം 100 പിക്സൽ എടുത്താൽ പോരാ, ഏതും കൂടി എടുക്കണം. ആർട്ടിക്കിളും ടാഗും എന്തെടുക്കണം? 100% എടുക്കണം. ഇപ്പൊ എന്ത് ചെയ്തു? അതിന് 100% കൊടുത്തപ്പോ എന്ത് ചെയ്തു? കറക്റ്റ് വന്നില്ലേ? കണ്ടോ? ഇനി നോക്കി നോക്കാം. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ഈ എന്താ പറയാ ഹെഡറിന്റെ അവിടെ ചെറിയൊരു വിടുത്തിന് എന്തോ ഇഷ്യൂ ഉള്ള പോലെ അല്ലേ? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിന്റെ ലെങ്ത്, ഈ വയലറ്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ വിടുത്ത് കൂടിയതിനെ കൊണ്ടാ. ഞാൻ മുമ്പ് പാഡിങ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചിരുന്നില്ല. പാഡിങ് വേണ്ട, നമുക്ക് വിടുത്ത് സൈസ് എന്താ ഒരു റാപ്പർ ഇട്ടിട്ട് അതിന്റെ വിടുത്ത് ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു? പാഡിങ് ഞാൻ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്പോൺസീവിൽ എന്ത് വരും? ഇഷ്യൂസ് വരും. അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാഡിങ് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എന്താ? നമ്മൾ ഈ ഒരു സംഭവം കണ്ടില്ലേ? ഈ വയലറ്റ് ബോക്സ് കണ്ടില്ലേ? വയലറ്റ് ബോക്സ് നമ്മൾ പാഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാഡിങ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? പാഡിങ്ങും കൂടി അതിൽ കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വിടുത്ത് എടുക്കുക. അപ്പൊ വിടുത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ ബാക്കിയുള്ളതിനേക്കാളും എന്ത് ചെയ്യും? എലമെന്റ്സ് അല്ലെങ്കിൽ വിടുത്ത് എന്ത് ചെയ്യും? ബോക്സിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് എവിടെ വരിക? സൈഡിൽ വന്നിട്ട് പാഡിങ് ആണ് 10 പിക്സൽ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ആ 10 പിക്സൽ പാഡിങ് ആണ് നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് നമുക്കൊന്ന് ഒഴിവാക്കി നോക്കാം. ഒഴിവാക്കി. അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ വൃത്തിക്ക് വന്നില്ലേ? അല്ലെ? ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സൈസ് ചെറുതാക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, എവിടെയും ബ്രേക്ക് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്തോ ആ പാഡിങ് ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഭവം വന്ന് കിട്ടിയോ? ഇല്ലേ? കണ്ടോ? എന്ത് വൃത്തിയുണ്ട്? നമുക്ക് ഒന്നിനും ഒരു ഇത് വന്നിട്ടില്ല അല്ലെ? ഒരു ബ്രേക്ക് എവിടെയും വന്നില്ലല്ലോ, എവിടെയും ഒരു ബ്രേക്ക് വന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ചെറുതാക്കിയതിനനുസരിച്ച് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. ഇതാണ് നമുക്ക് മൊബൈൽ വ്യൂ എന്ന് പറയുന്നത്. ഫോണിൽ നമുക്ക് കാണുന്ന വ്യൂ ഇതാണ്, മൊബൈലിലും ടാബിലൊക്കെ കാണുന്ന വ്യൂ ഇതാണ്. പിന്നെ വലിയ സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസ്പോൺസീവ് എന്ന് പറയാം, റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് എന്താണ്? UI ബ്രേക്ക് ആവാതെ എല്ലാ സ്ക്രീനിലും നമുക്ക് എന്ത് ചെയ്യണം? റെസ്പോൺസീവ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്തത് ഒരു എലമെന്റ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട്. എന്താണ്? ഫൂട്ടർ. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? മെയിൻ പാർട്ടിന് ശേഷമാണ് ഹെഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ? അതിന് ശേഷം മെയിൻ ഡിവ് ക്രിയേറ്റ് ചെയ്തു. മെയിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫൂട്ടർ ക്രിയേറ്റ് ചെയ്തു. ഫൂട്ടറിൽ എന്താണ്? ഫൂട്ടർ ഇവിടെ ഞാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ എന്താണ്? സെമാന്റിക് ടാഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാറ്റിനും ഇങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഈ പറഞ്ഞ ടാഗുകളൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? HTML ഉള്ളതിനെ കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ സെമാന്റിക് ടാഗ്സ് എന്നുള്ള രീതിയിൽ ഞാനിത് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം നമുക്കൊരു ടാഗ് മാനുവലി ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ HTML നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൂട്ടർ പറഞ്ഞിട്ടുള്ള ടാഗ് ആണെങ്കിലും, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആണെന്നുണ്ടെങ്കിലും, മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആണെന്നുണ്ടെങ്കിലും, ഹെഡർ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? HTML നമുക്ക് തരുന്നുണ്ട്. അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാനത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് മാനുവലി നമുക്ക് തോന്നിയ പോലെ ഒരു ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും കഴിയൂലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യാം അല്ലെ? ഫൂട്ടർ ഞാനൊരു ഡിവ് കിട്ടാലും മതി. ഞാൻ എന്ത് ചെയ്തു? സെമാന്റിക് ടാഗ് യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഓക്കെ, ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫൂട്ടറിന് ഞാൻ എലമെന്റ് സ്റ്റൈലിംഗ് കൊടുത്തു. അതിൽ എന്ത് ചെയ്യാം? ഒരു ഫിക്സഡ് ഹൈറ്റ് കൊടുക്കാം. നമുക്ക് ഹൈറ്റ് എത്ര? ഒരു 200 പിക്സൽ കൊടുക്കാം. വിഡ്ത്ത് എത്ര കൊടുക്കാം? വിഡ്ത്ത് 100% കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കണം? ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണ്ട, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ?
അപ്പോൾ ഫൂട്ടറും നമുക്ക് കിട്ടി. സംഭവം എങ്ങനെയുണ്ട്? ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഈ ഫൂട്ടറിന്റെ റെസ്പോൺസീവ്നെസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫൂട്ടറിന്റെ റെസ്പോൺസീവ്നെസ്സിന് പ്രശ്നമുണ്ട്. എന്താണ് കണ്ടോ, താഴോട്ട് വരുന്ന സമയത്ത് ഈ ബോർഡിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആർട്ടിക്കിളുടെ ഹൈറ്റ് എത്രയാ? കുറവാണ് അല്ലേ? അപ്പൊ ആർട്ടിക്കിളുടെ ഹൈറ്റ് എത്ര എടുക്കണം? നമുക്ക് 750 പിക്സലിലാവുമ്പോൾ 750 പിക്സൽ വരെ ആർട്ടിക്കിളിന്റെ ഹൈറ്റ് നമ്മൾ ഓട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആർട്ടിക്കിളിന് മാത്രം എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടോ? അപ്പോൾ ഇതിനെത്ര അതിന്റെ ഫുൾ ഹൈറ്റ് എടുക്കുന്ന രീതിയിൽ മാറ്റി കൊടുത്തു. പക്ഷെ എപ്പോൾ എടുക്കുന്നില്ല കണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 750 പിക്സലിൽ താഴെ, അത് 750 പിക്സൽ വരെ അതിന്റെ വിഡ്ത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിന് മിനിമം ഹൈറ്റ് എത്ര എടുക്കും? അതിന്റെ ഹൈറ്റ് നമ്മൾ എത്ര എടുക്കും? മിനിമം ഹൈറ്റ് കൊടുക്കുക. മറ്റേത് അതിൽ കൂടുതൽ കോണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? UI ബ്രേക്ക് ആയി പോകും. മിനിമം ഹൈറ്റ് കൊടുത്തു. മിനിമം ഹൈറ്റ് കൊടുക്കുമ്പോൾ മിനിമം ഹൈറ്റ് എത്ര കൊടുത്തു? 100 VH. അതായത് അതിന്റെ വ്യൂ ഹൈറ്റ് എത്രയാണോ, സ്ക്രീനിന്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റ് എന്ത് ചെയ്തു? നമുക്ക് അതിന് അസൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഗുഡ് ആണ്, ഫൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് നമ്മളിപ്പോ ഈ എപ്പിസോഡിൽ പഠിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസീവ് ആയിട്ടൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് റെസ്പോൺസീവ്നെസ്. അതേപോലെ മീഡിയ ക്വറി നമ്മൾ പുതുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. മീഡിയ ക്വറി എന്താന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് എന്താ പറയാ, അത് നമ്മളുടെ ഇത് മുമ്പ് ഡിസ്കസ് ചെയ്യാത്തൊരു കേസാണ്. നമുക്ക് ഇതിൽ ആവശ്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലോട്ട് യൂസ് ചെയ്തു എന്നുള്ളൂ. കൺഫ്യൂഷൻസ് ഉണ്ടാവും, എന്തായാലും ചോദിക്കാം. ഓക്കെ, പിന്നെ എന്താണ് മീഡിയ ക്വറി ഞാൻ എന്തിനാണ് യൂസ് ചെയ്തത്? നമ്മളുടെ സ്ക്രീൻ സൈസ് അനുസരിച്ചിട്ട് ഇത്ര സ്ക്രീൻ സൈസ്, സ്ക്രീനിന്റെ വിഡ്ത്ത് ഇത്ര പിക്സൽ ആകുമ്പോൾ നമുക്ക് ഇന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യാം, ഇത്ര പിക്സൽ ആകുമ്പോൾ ഇന്ന സൈസ് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽസ് എഴുതി കൊടുക്കാം. ഓരോ സ്ക്രീൻ സൈസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് വെവ്വേറെ സ്റ്റൈലുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? മീഡിയ ക്വറീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ റെസ്പോൺസീവ് ഇഷ്യൂസ് സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഒരുപാട് ടൈമായി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളുടെ HTML സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി CSS ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഒരുവിധം എല്ലാ ടാഗ്സും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും വാല്യൂസും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് എപ്പിസോഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരാം. ഇനി നമുക്ക് ജാവാ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും കൂടി എന്ത് ചെയ്യാം? നെക്സ്റ്റ് എപ്പിസോഡുകളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? അതിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ബേസും കാര്യങ്ങളും പക്ക ക്ലിയർ ആവണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാ കാര്യങ്ങളും ഒന്ന് വിടാണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? എല്ലാവരുടെയും ഔട്ട്പുട്ട് എനിക്കൊന്ന് അയച്ചു തരിക. അത് ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് റിവ്യൂ ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്ത് ചെയ്യുക? ഓൺ ദ സ്പോട്ടിൽ കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവുക. അടുത്ത ക്ലാസ്സിലോട്ട് വരുന്നതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും കൺഫ്യൂഷൻസും അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു.